ഹേ ഗായ്സ്, നമ്മളിത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കണ്ടോ, ഒരു സ്കെച്ച് പെൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ നടുക്ക് ഇത്തിരി വെള്ളം മുക്കിയ ബഡ്സ് വെച്ച് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ ഭംഗിയുള്ള ഒരു പൂവായിട്ട് വരും. അപ്പൊ അതുപോലെ കുറെ സാധനം വരച്ചിട്ട് എല്ലാത്തിലും നമ്മളിങ്ങനെ ബഡ്സ് വെച്ച് തൊട്ട് കൊടുത്തിട്ട് താഴത്തോട്ട് ഇങ്ങനെ കോല് വരച്ചിട്ട് അതിൽ ഇല വരച്ചിട്ട് അതിങ്ങനെ തൊട്ട് കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ കുറെ മഞ്ഞ കളർ കുത്തിട്ട് കൊടുത്ത് ഇതുപോലെ ഭംഗിയുള്ള ഒരു പടം വരും എന്നാണ്. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോ നിങ്ങൾ കേട്ടതാണ് മലയാളം റാപ്പ് സോങ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതാണ് പല്ലുകൾ കൂട്ടമായി ഒച്ച ഉണ്ടാക്കി ചിലക്കുന്ന ശബ്ദം. ഞാൻ ചിരിച്ചതാ, എനിക്ക് ഡബിൾ വോയിസാ. സാമഗ്രികൾ സ്കെച്ച് പെൻ, വൈറ്റ് പേപ്പർ, ബഡ്സ്, വെള്ളം, കുതിരവട്ടം പപ്പും, പേപ്പർ, 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 ബഡ്സ്, തിങ്സ്, ബഹു, വെള്ളം, പച്ചവെള്ള. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സ്കെച്ച് പെൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വരയ്ക്കാം. അടുത്തോട്ട് വാങ്ങനൂട്ടെ. ആദ്യം നമുക്ക് കുരിശ് വരച്ച് തുടങ്ങാം. നന്നാവട്ടെ. അപ്പൊ നമ്മള് അതിന്റെ സെന്ററിൽ ശീതളിന്റെ ഫോട്ടോ ഒട്ടിക്കുന്നതാണ്. അതല്ലേ കുരിശ് വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, ബഡ്സ് ഞാൻ വെള്ളത്തിൽ മുക്കി. പടരുന്നില്ലല്ലോ പച്ചബി. എനിക്ക് ഇച്ചിരി നല്ല സ്കെച്ചായി പോയി തോന്നുന്നു. ഇത്ര നല്ല സ്കെച്ച് വേണ്ടായിരുന്നു. ക്വാളിറ്റി എന്തോ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ സ്കെച്ചാണിത്. അതെ, കണ്ട പടരുന്നില്ല. കുറച്ചേ പടരുന്നുള്ളൂ. നീ ആ മാർക്കറും എടുത്തേ, ഗ്രൂട്ടിന്റെ തലേന്ന്. ഗ്രൂട്ടെ പടയിടും. Come on my boy. ബൈ ദ ബൈ, നൈസ് ഗ്രൂട്ട് ആണ്. നമുക്ക് പേനയൊക്കെ വെക്കാൻ യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ച് വരച്ചു നോക്കാം കേട്ടോ. ഇത് എന്തുവാ ഇത് പടരുന്നില്ലല്ലോ. ക്വാളിറ്റി കുറഞ്ഞൊന്നും ഇല്ലയോടാ. ഇവിടെ ബാക്കിയുള്ള ഒരു കണ്ടന്റ് എഴുതി വെച്ചേക്കുന്ന ബുക്കില് കണ്ടന്റ് വായിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇവൻ പതർത്തി വെച്ചേക്കുന്നു. വെള്ളം ഒഴിച്ചൊഴിച്ച് തൊളയായത് നോക്ക്. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുപിടിച്ചു രഹസ്യം. A4 സൈസ് പേപ്പറും സ്കെച്ച് പെന്നും കൊള്ളത്തില്ല. സാധാ പേന എടുത്തിട്ട് സാധാ ബുക്കിൽ വരച്ചു പോകണം. അപ്പൊ വരും. ഞാൻ പറയട്ടാത്തോട്ട് ഇപ്പൊ വന്ന് എന്താണ് വലുതായി പോയുള്ള റഫ്ലേഷ് ആവോ? ഓക്കെ, അപ്പം സാധനം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് നോർമൽ പേന വെച്ച് വരച്ചപ്പോ സെറ്റ് ആയിട്ടുണ്ട്. താഴത്തുനിന്നൊരു മേപ്പിൾ ലീഫടാ. സ്കൂളിൽ പഠിക്കുമ്പോ ചട്ടി നിർബന്ധം. ചട്ടിക്കകത്ത് മണ്ണ് എപ്പടിയേ ചട്ടിക്കകത്തില് കപ്പില് കാപ്പി ഇട്ട പോലുണ്ട്. യെസ് ഗായ്സ്, ദേ അവര് വരച്ച പടം പോലെ ആയില്ല. പക്ഷെ ഞാൻ എന്റേതായ രീതിയിൽ ഒപ്പിച്ചൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പടം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വൃത്തിക്ക് വരയ്ക്കാൻ പറ്റും. നമുക്ക് അറിഞ്ഞൂടാ. പോയിന്റ് അറിയാൻ പാടാത്തായിരുന്നു. നമ്മൾ ആനയെ വരച്ച പട്ടിയായിട്ട് നോക്കിയിട്ട് നമ്മൾ പൂച്ച എഴുതി വെക്കും. അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, ഈ എക്സ്പെരിമെന്റ് സക്സസ് ആണ്.